വന്യമൃഗഭീതിയിൽ പുറത്തിറങ്ങാനാകാതെ മലയോര ജനത. ഇടുക്കി ചിന്നക്കനാലിൽ പുലിഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസവും രാത്രിയിലും പുലി വളർത്തുനായയെ ആക്രമിച്ചു. പഞ്ചായത്തിന് സമീപത്തെ ചക്കാലക്കൽ മേരിക്കുട്ടിയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. കൊളുക്കുമലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. വിനോദസഞ്ചാരികൾ കടുവയെ നേരിൽ കണ്ടു. നാഗമലയിൽ പശുവിനെ കൊന്ന് ഭക്ഷിച്ചത് കടുവയെന്നും സംശയം. കാട്ടാനകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാടിറങ്ങുന്നത് കടുവയും പുലിയുമാണ്. ചിന്നക്കനാലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലിഭീതി ഒഴിയുന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ പുലി മേഖലയിലെ വളർത്തുനായ്ക്കളെ ഇരയാക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകൾ വശത്ത് ജനവാസ മേഖലയിൽ പുലി എത്തി. രാത്രിയിലെത്തിയ പുലി ചക്കാലക്കൽ മേരിക്കുട്ടി ജോർജിന്റെ വീട്ടിലെ വളർത്തുനായയെ ആക്രമിച്ചു. നായയ്ക്ക് സാരമായ പരിക്കും പറ്റിയിട്ടുണ്ട്. ഒരു കാലത്തുമില്ലാത്ത വന്യജീവികൾ ഈ മേഖലയിൽ വ്യാപകമായിട്ട് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് രാത്രി കാലങ്ങളിൽ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം കുടിയിറക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഈ നാട്ടിലെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള എനിക്ക് സംശയമുണ്ട്. ഇതോടൊപ്പമാണ് സൂര്യനെല്ലി കൊളുക്കുമലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കടുവയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാരികളാണ് കടുവയെ നേരിൽ കണ്ടത്. ഇവർ ദൃശ്യങ്ങളും പകർത്തി. തമിഴ്നാട് അതിർത്തിയായതിനാൽ പഴനിമലയിൽ നിന്നും കടുവയെത്തിയതെന്നാണ് നിഗമനം. ഒപ്പം നാഗമലയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പശു ചത്തിരുന്നു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വനവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊളുക്കുമലയിൽ നിന്ന് കടുവ ജനവാസ മേഖലയായ ചിന്നക്കനാൽ സൂര്യനെല്ലി പ്രദേശത്തേക്ക് എത്തുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.